ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ട മസാല ഫ്രൈ ആണ് കേട്ടോ. ഇത് നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇളം ചൂടോടുകൂടി കഴിക്കാം, നല്ല ചൂടോടുകൂടി കഴിക്കരുത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയുടെ ആ എണ്ണയും കൂടെ കുറച്ച് ചേർത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ട മസാല ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനും മാത്രമൊന്നുമില്ല. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര മുട്ടയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പൊടികൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 മുട്ട നമുക്ക് ആദ്യം ഒന്ന് വരഞ്ഞെടുക്കാം. നമ്മളിതുപോലെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. മസാലകളൊക്കെ ഉള്ളിലേക്ക് വേഗത്തിൽ പിടിക്കാനായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയും വരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ചൂടാവരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല ചൂടാണ് വെളിച്ചെണ്ണയ്ക്കെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം. നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം, എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, ചെറിയ അളവിൽ ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയും സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മുട്ടയിലേക്ക് മസാലകളൊന്ന് പിടിച്ചു വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മുട്ട മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുഴിയുള്ള ചട്ടിയാണ് കേട്ടോ നല്ലത് എപ്പോഴും. ഒരു മുട്ട വിട്ടുപോയി, അതെന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ തൊലി മാറ്റിയപ്പോൾ മുട്ട തൊലി കുറച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, എന്തായാലും നമുക്ക് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ മുട്ട വരഞ്ഞു കൊടുക്കാതിരിക്കരുത്. വരഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ ഉൾഭാഗത്തേക്ക് മസാലകളൊന്നും പിടിച്ചു വരില്ല. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് അധിക സമയം ഇളക്കാതെ വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കുക. അതിനുശേഷം 1/2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കുക. നമ്മുടെ കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരണം, അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ മീഡിയം ഫ്ലെയിം ആയിരിക്കണം, ഹൈ ഫ്ലെയിം ആയിരിക്കരുത്. ഇനി ഒന്ന് കുക്കായി വരട്ടെ. കറിവേപ്പില ഒന്ന് കുക്കായി കറിവേപ്പിലയുടെ ഫ്ലേവർ ഒന്ന് ആ മുട്ടയിലേക്ക് പിടിച്ചു വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മസാല ഫ്രൈ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഫ്രൈ ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, എന്തായാലും ഉണ്ടാക്കി കഴിക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.